ടോഡ്ലേഴ്സ് സ്റ്റോറീസ് ഫോർ ബെഡ് ടൈം. നമ്മൾ സ്കാമ്പിൻ്റെ കഥ വായിച്ചത് ഓർമ്മയുണ്ടോ? ഒരു ബൗബൗൻ്റെ, അത് നല്ല കുഞ്ഞു കഥയായിരുന്നില്ലേ? അതുപോലെ നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ കേൾക്കാൻ പറ്റിയ നല്ല കുഞ്ഞു കഥകളാണ് ഈ ബുക്കിലുള്ളത്. അതിൽ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഡെയ്സി ഇസ് ലോസ്റ്റ് പറഞ്ഞിട്ടുള്ള കഥയാണേ. ആരാ ഡെയ്സി എന്നറിയോ? കാണുന്നുണ്ടോ? ഈ ഡക്കിന്റെ പേരാണ് ഡെയ്സി. ഡെയ്സി ഇസ് ലോസ്റ്റ്, അതാണ് കഥയുടെ പേര്. വായിക്കാം നമുക്ക്. എന്താ പറ്റിയത് ഡെയ്സിക്ക് എന്ന് നോക്കാം കേട്ടോ. Daisy the duck is swimming on the river. The sun is shining and Daisy is very happy. She loves to swim. Daisy ഉണ്ടല്ലോ, നമ്മളെ കണ്ടില്ലേ, ആ ഡക്കിനെ കണ്ടില്ലേ, കുഞ്ഞി ഡക്കിനെ? ആ ഡക്കുണ്ടല്ലോ സ്വിം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റിവറിൽ പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സണ്ണി ആയിട്ടുള്ളൊരു ദിവസം, നല്ല വെയിലൊക്കെ ഉള്ള, സണ്ണൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന നല്ലൊരു ദിവസമാണ്. അപ്പം ഡെയ്സി നല്ല ഹാപ്പിയായി, നല്ല സന്തോഷമായിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Daisy takes a deep breath and dives deep under the water. She says hello to all the fish she sees. ഡെയ്സി ഉണ്ടല്ലോ എന്ത് ചെയ്തു? സ്വിം ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യണേ? ഡീപ് ബ്രെത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? ഡൈവ്സ് ഡീപ്പ് അണ്ടർ ദ വാട്ടർ. വെള്ളത്തിന്റെ അടിയിലേക്ക് ഉണ്ടല്ലോ ഡൈവ് ചെയ്തു. കാണുന്നുണ്ടോ? അതാ, നല്ല ഡീപ് ബ്രെത്ത് എടുത്തിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് ഡൈവ് ചെയ്തു കേട്ടോ. അവിടെ ആരൊക്കെയാ കാണുക? വെള്ളത്തിന്റെ അടിയിൽ ആരൊക്കെയാ ഉണ്ടാവുക? കുഞ്ഞി കുഞ്ഞി മീൻ ഉണ്ടാവും അല്ലെ? കുഞ്ഞി കുഞ്ഞി മീൻ ഉണ്ടാവും. ആ മീനുകളോടൊക്കെ എന്താ ചെയ്യുന്നത്? ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഹലോ. She says hello to all the fishes. Then Daisy sees her friend Frog. Hello Frog, calls Daisy. Let's play. അങ്ങനെ നമ്മുടെ മീനിന്റെ അടുത്തൊക്കെ ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരെയാ കാണുന്നത്? തവളയല്ലേ, ഫ്രോഗിനെ കണ്ടു. ഒരു ഫ്രണ്ടാണ് കേട്ടോ, ഡെയ്സിയുടെ ഫ്രണ്ടാണ് ഒരു ഫ്രോഗ്. ഇതാ ആ ഫ്രോഗിന്റെ അടുത്തോ എന്താ ചോദിക്കുന്നത് ഡെയ്സി? ഹലോ ഫ്രോഗ്, ലെറ്റ്സ് പ്ലേ. ഡെയ്സി നല്ല സന്തോഷമായി ഹാപ്പി ആയിട്ട് സ്വിം ചെയ്തോണ്ടിരിക്കല്ലേ. അപ്പൊ ഫ്രണ്ടിനെ കണ്ടപ്പോ ചോദിച്ചു, വരൂ നമുക്ക് കളിക്കാന്ന് പറഞ്ഞു കേട്ടോ ഫ്രോഗിന്റെ അടുത്ത്. ഡെയ്സി ആൻഡ് ഫ്രോഗ് പ്ലേസ് in the water. They have great fun swimming races. Soon it was time to go. Frog waves goodbye. അങ്ങനെ ഭയങ്കര കളിയിലാണ് രണ്ടുപേരും കൂടെ, ഡെയ്സിയും ഫ്രോഗും കൂടെ വെള്ളത്തിൽ ഭയങ്കര കളിയിലാണ്. അങ്ങനെ റേസ് ഒക്കെ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ, ആരാ ഫസ്റ്റ് നീന്തി എത്തുക എന്നൊക്കെയുള്ള റേസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കളിച്ചു പെട്ടെന്ന് എന്താണ്, വീട്ടിൽ പോവാൻ സമയമായി. ഇറ്റ്സ് ടൈം ടു ഗോ ഹോം അല്ലേ? അപ്പോ ഫ്രോഗ് എന്ത് ചെയ്തു? ഫ്രോഗ് ബായി ഒക്കെ പറഞ്ഞിട്ട് ഫ്രോഗിന്റെ വീട്ടിലേക്ക് പോയി. കളിയൊക്കെ കഴിഞ്ഞ് ഫ്രോഗ് വീട്ടിലേക്ക് പോയി. Daisy looks around. She doesn't know where she is. She is afraid. കളിയൊക്കെ കഴിഞ്ഞ് ഫ്രോഗ് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഡെയ്സി ചുറ്റിൽ നോക്കണത്. ഞാനിത് എവിടെയാ ഉള്ളത്? കളിച്ച് 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 ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തിയിട്ട് ഓരോരോ സ്ഥലത്തെത്തി. അവസാനം ഡെയ്സിക്ക് മനസ്സിലാവില്ല എവിടെയാ എത്തിയത് എന്നുള്ളത്. ഡെയ്സിന്റെ മുഖത്ത് ആകെ പേടിയാവാൻ തുടങ്ങി. അതാ കാണുന്നുണ്ടോ നമ്മൾ പേടിച്ച് നിൽക്കുന്ന ഡെയ്സിനെ? ആ ഡെയ്സി ഉണ്ടല്ലോ കളിച്ച് 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 വെള്ളത്തിൽ എവിടെയോ എത്തിയപ്പോൾ ഡെയ്സിക്ക് മനസ്സിലാവില്ല ഡെയ്സി എവിടെയാണ്, തിരിച്ച് വീട്ടിലേക്കുള്ള വഴി ഏതാണെന്നൊന്നും ഡെയ്സിക്ക് മനസ്സിലാവണില്ല. ഡെയ്സി climbs onto the river bank. Oh no, she says to herself, I'm lost. അതാ ഡെയ്സിനെ കാണുന്നുണ്ടോ? ഡെയ്സി എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ നിന്ന് മെല്ലെ കരയിലേക്ക് കയറി, റിവർ ബാങ്കിലേക്ക് കയറിയിട്ടോ. കയറിയിട്ട് എന്താ ചെയ്തത്? എന്താ പറഞ്ഞത്? Oh no, I'm lost അല്ലേ? അയ്യോ, ഞാനിതിപ്പോ എവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആകെ ലോസ്റ്റ് ആണ് ഡെയ്സി. എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാ? വഴിയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കണമെന്നറിയോ? Daisy's brothers are worried about her. She should have been home a long time ago. They decided to go and look for her. ഡെയ്സിക്ക് ഉണ്ടല്ലോ കുറെ ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് ഡെയ്സിന്റെ ബ്രദേഴ്സ്. അവർക്കും ആകെ വറീഡ് ആവാൻ തുടങ്ങി, ആകെ പേടിയാവാൻ തുടങ്ങി. ഇതെവിടെ പോയി ഡെയ്സി? ഡെയ്സി കുറെ നേരമായിട്ട് വീട്ടിൽ തിരിച്ചെത്തേണ്ട സമയമായി, പക്ഷെ ഇപ്പോഴും ഡെയ്സി തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. അപ്പൊ ഡെയ്സി എവിടെ പോയി എന്ന് ആലോചിച്ചിട്ട് അവർക്കും ആകെ വറീഡ് ആവാൻ തുടങ്ങി, ആകെ വിഷമാവാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് അവരെന്താ ചെയ്തത്? ബ്രദേഴ്സ് എന്താ ചെയ്തത്? They decided to go and look for her അല്ലേ? കാണാനില്ല, ഡെയ്സി എവിടെ പോയി എന്ന് അറിയില്ല. അപ്പൊ ഡെയ്സിനെ നോക്കാൻ വേണ്ടി ഈ ബ്രദേഴ്സ് ഒക്കെ പോവാണ്. അങ്ങനെ അവര് വെള്ളത്തില് നീന്തി, ഡെയ്സി കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നീന്തി വരണ്ട കേട്ടോ. ഡെയ്സി എവിടെ പോയി നോക്കി. Daisy can hear her brothers calling her. Daisy, quack quack. Where are you? ഡെയ്സിനെ നോക്കി നടക്കുന്നുണ്ട് ബ്രദേഴ്സ്. ഡെയ്സിനെ എങ്ങനെയാ വിളിക്കണത്? ഡക്ക് എങ്ങനെയാ വിളിക്കുക? ഡക്ക് എന്ത് സൗണ്ടാ ഉണ്ടാക്കുക?
ഡക്ക് എന്താ സൗണ്ട് ഉണ്ടാക്കുക അറിയോ? വക്ക് വക്ക് പറയൂ അല്ലെ, വക്ക് വക്ക് പറയും ഡക്ക്. അതുപോലെ ഡെയ്സിനെ ബ്രദേഴ്സ് വിളിക്കുന്നുണ്ട്, ഡെയ്സി വക്ക് വക്ക് അങ്ങനെ വിളിക്കുന്നുണ്ട്. വേർ ആർ യു? അപ്പൊ ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ഡെയ്സി. ദൂരെന്ന് എവിടുന്നോ ബ്രദേഴ്സ് വിളിക്കണത്, ഏട്ടന്മാരോ അനിയന്മാരോ ഒക്കെ വിളിക്കണത് കേൾക്കുന്നുണ്ട് ഡെയ്സി. അതാ കാണുന്നുണ്ടോ, അതാ ഡെയ്സി റിവർ ബാങ്കിൽ നിൽക്കുകയാണ്, കരയിൽ നിൽക്കുകയാണ് കേട്ടോ. അവിടെ ദൂരത്ത് വെള്ളത്തില് ഡെയ്സിനെ നോക്കി ബ്രദേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. At last Daisy's brothers find her. Daisy is very happy to see them. She is not lost anymore. എന്താ പറ്റിയത്? ഡെയ്സി കണ്ടു. അങ്ങനെ നീന്തി നീന്തി ബ്രദേഴ്സ് എത്തിയപ്പോൾ എന്താണ്, ഡെയ്സിനെ കണ്ടു. അപ്പോൾ ബ്രദേഴ്സിന് നല്ല സന്തോഷമായി, ഡെയ്സിക്ക് സമാധാനമായി. ഇനി എന്താണ്, ഡെയ്സി ലോസ്റ്റ് അല്ല അല്ലേ? ഡെയ്സിക്ക് തിരിച്ച് വീട്ടിലേക്ക് ബ്രദേഴ്സ് കൂട്ടിയിട്ട് പോകും. ഷീ ഈസ് നോട്ട് ലോസ്റ്റ് എനിമോർ. അങ്ങനെ ഡെയ്സിയുടെ കളിയൊക്കെ കഴിഞ്ഞ് ഡെയ്സി ബ്രദേഴ്സ് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയി അല്ലേ? അങ്ങനെ നമ്മൾ കളിച്ച് 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 നമ്മൾ എവിടെയാ ചുറ്റുന്നൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കളിക്കാൻ പാടില്ല അല്ലേ? നമ്മൾ കളിക്കുമ്പോഴും ചുറ്റിൽ എവിടേക്കാ ഉള്ളത്, എന്തൊക്കെയാ ഉള്ളത്, പേരൻസിനെയൊക്കെ കാണുന്നില്ലേ, മുതിർന്നവരെയൊക്കെ അടുത്തില്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം കളിക്കാൻ. കളിച്ച് കളിച്ച് എവിടേക്കെങ്കിലും ഒന്നും എത്താൻ പാടില്ല. അങ്ങനെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ച് നല്ലോണം കളിക്കണം അല്ലേ? നല്ലോണം കളിക്കണം, പക്ഷേ നല്ലോണം ശ്രദ്ധിച്ച് എവിടെയുള്ളതെന്നൊക്കെ നോക്കിയിട്ട് വേണം കളിക്കാൻ. അല്ലെങ്കിൽ ഡെയ്സിനെ പോലെ ലോസ്റ്റ് ആയാൽ ആകെ വിഷമാവില്ലേ? തിരിച്ചെങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത്, ഞാനിപ്പോൾ എവിടെ എത്തിയെന്ന് അറിയാതിരിക്കുന്ന സിറ്റുവേഷനിൽ ഭയങ്കര വിഷമാവില്ലേ? സോ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ച് എവിടെയുള്ളതെന്നൊക്കെ നോക്കിയിട്ട് കളിക്കണം കേട്ടോ.